ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു ബ്രഹ്മാണ്ഡ മാർക്കറ്റിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മളിൽ പലരും ഇതുപോലൊരു മാർക്കറ്റ് കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഇനി കാണാനൊട്ട് സാധ്യതയും ഉണ്ടാവില്ല. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും അതിനപ്പുറത്തും സകലതും കിട്ടുന്ന മാർക്കറ്റാണിത്. ഫ്ലവർ മാർക്കറ്റിന്റെ വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇന്ന് പഴം പച്ചക്കറി മാർക്കറ്റാണ് കാണാൻ പോകുന്നത്. KR മാർക്കറ്റ് ഏരിയയിൽ തന്നെയാണ് ഇതുമുള്ളത്. കലാസിപ്പാളയത്തിന് തൊട്ടടുത്താണ് KR മാർക്കറ്റ് എന്നും KR മാർക്കറ്റിന് തൊട്ടടുത്താണ് കലാസിപ്പാളയം എന്നും വേണമെങ്കിൽ പറയാം. ഫ്രൂട്ട്സ് മാർക്കറ്റ് രണ്ട് വിധത്തിലാണുള്ളത്. ഒന്ന് ഹോൾസെയിലും മറ്റേത് റീറ്റെയിലും. ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് 1 കിലോ വേണം 2 കിലോ വേണം എന്ന് പറഞ്ഞാലൊന്നും കിട്ടൂല. ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 കിലോ എങ്കിലും വാങ്ങണം. ടണ്ണ് കണക്കിനാണ് പഴവർഗ്ഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുന്നത്. ಈ ಭಾಗത്ത് നിറയെ ಸಪೋಟೆയാണ്. ಇದೂടെ ತೋಟ ಜಾಸ್ತಿ ಯಾವ ಕಡೆ ಬರುತ್ತೆ? ತೋಟ ಈ ಸಪೋಟ ತೋಟ ಬರುತ್ತಲ್ಲ, ಅದು ಯಾವ ಕಡೆ ಬರುತ್ತೆ ಜಾಸ್ತಿ? ಎಲ್ಲ ಕಡೆ ಬರುತ್ತೆ. ಅಲ್ಲ, ಬೆಂಗಳೂರು ಪೂರ? ಬೆಂಗಳೂರು ಬರುತ್ತೆ, ಆಂಧ್ರ ಎಲ್ಲ ಕಡೆ. ഓക്കെ, താങ്ക് യു. ഇവിടെ കൊണ്ടതിന് ശേഷം പഴങ്ങളെല്ലാം തരംതിരിക്കും. ഓരോന്നിൻ്റെയും നിറത്തിനും വലിപ്പത്തിനുമൊക്കെ അനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത്. നമുക്ക് മുമ്പിൽ ആ ചാക്കുകെട്ടിലൊക്കെ കാണുന്നത് സപ്പോട്ടയാണ്. ടണ്ണ് കണക്കിനുണ്ട് ഇത്. സപ്പോട്ടയിൽ നിന്നുണ്ടാക്കുന്ന ചിക്കു ഷേക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ? നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ തോട്ടങ്ങളുള്ളത് ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലുമാണ്. കാശ്മീരിൽ ഇപ്പോൾ ആപ്പിൾ സീസൺ തുടങ്ങിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലേതാണ് ഏറ്റവും നല്ല ആപ്പിൾ എന്നാണ് അറിവ്. നമ്മളെ നാട്ടിൽ പഴുത്ത് കാക്കൂത്തിയാലും നമ്മൾ കർമ്മോസ് പറിക്കൂല. എന്നിട്ട് ചിലപ്പോൾ കടയിൽ പോയി വാങ്ങിയിട്ട് ഷേക്ക് ഉണ്ടാക്കിയിട്ട് കുടിക്കും. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്നാണ് ചൊല്ല്. ദിവസം ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഓരോ ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസ് കഴിച്ചു നോക്ക്. നിങ്ങൾ നല്ല തക്കാളി പഴം പോലെ തിളങ്ങും. തകപോതല്ല ഫോട്ടോ തകപോതല്ല. എല്ലാവരോടും പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ശരിക്കുള്ള ജീവിതം കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകണം. പച്ചയായ ജീവിതത്തിൻ്റെ പ്രതിഫലനം അതായിരിക്കും നമുക്കിവിടെ കാണാൻ കഴിയുക. പല ഭാഷ സംസാരിക്കുന്നവർ, വിവിധ ദേശക്കാർ, വ്യത്യസ്ത സ്വഭാവക്കാർ, ഒരു കൂട്ടം മനുഷ്യർ ചേർന്നാണ് ഒരു സമൂഹം ഉണ്ടാകുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കിവിയാ? കിവി. ലിച്ചി അല്ലേ? ഓറഞ്ചിൻ്റെ ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് നല്ല മൂപ്പത്താത്ത ഓറഞ്ചാണ് വരുന്നത്. ഈ പച്ച നിറത്ത് കാണുന്നത് സീതപ്പഴം. ഏതാണ്ട് കാണുമ്പോൾ നമ്മൾ ആത്തച്ചക്ക പോലെ ഉണ്ടാവും. റിച്ച് ഇൻ അയൺ, മിനറൽസ് ആൻഡ് വിറ്റാമിൻസ്. ഉറുമാമ്പഴം അല്ലെങ്കിൽ പോമൻഗ്രേറ്റ് എന്ന് പറയുന്ന ഈ സംഭവം ചില്ലറക്കാരനല്ല. വയറ്റിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഏറ്റവും സൂപ്പറാണ്. വെറ്റില കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക കള്ളിയങ്കാട്ട് നീലിനെയാണ്. വിജനമായ ഇടങ്ങളിൽ മുറുക്കാൻ ചോദിച്ച് ആളുകളെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി ചോര കുടിക്കുന്ന കള്ളിയങ്കാട്ട് നീലി. ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്നതിൻ്റെ നേരെ പകുതി വിലക്കാണ് ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടുക. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ധാരാളം ആളുകൾ ഒഴുകിയെത്തുന്നത്. അതുപോലെ തന്നെ ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ പച്ചക്കറിയും ഫ്ലവേഴ്സും ഫ്രൂട്ട്സും എല്ലാം കിട്ടും. ബാംഗ്ലൂർ പോലുള്ളൊരു മഹാനഗരത്തിൻ്റെ റിക്വയർമെൻറ്റ് നിറവേറ്റണമെങ്കിൽ ഇതുപോലൊരു വലിയ മാർക്കറ്റ് എന്തായാലും അത്യാവശ്യമാണ്. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കയറിയാൽ ഇവിടുത്തെ പുരുഷാരം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. यहाँ पे तो 60 रुपए किलो होता है।
ഇത് ഒരു ദിവസം മാത്രം ഉണ്ടാകുന്ന തിരക്കൊന്നുമല്ല, എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ശനിയെന്നില്ല, ഞായറെന്നില്ല, വിശേഷ ദിവസമൊന്നുമില്ല, എല്ലാ ദിവസത്തിലും ഇതുപോലെ ആളുകൾ ഉണ്ടാവും. കർണാടകക്കാരിൽ വലിയൊരു പങ്ക് വെജിറ്റേറിയൻ ആണെന്നാണ് തോന്നുന്നത്. മത്സ്യത്തിന് അത്ര വലിയ പ്രാധാന്യം ഇവിടെ കാണുന്നില്ല. പഴം മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ് എന്നെല്ലാം പറയും പോലെ ഒരു വമ്പൻ മത്സ്യ മാർക്കറ്റ് ബാംഗ്ലൂരിലുള്ളതായി അറിവില്ല. കടൽ മത്സ്യം ബാംഗ്ലൂരിൽ ധാരാളമായിട്ട് കാണുന്നത് കുറവാണ്. വളർത്തു മീനുകളാണ് വിൽപ്പനക്കായി കൂടുതലായും കാണുക. ഈ പഴങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ ഒരു നല്ല ലുക്കുണ്ട്, ഒരു റിച്ച് ലുക്ക്. സവർജല്ലി ഇനത്തിൽപ്പെട്ട ഒരു പഴമാണ് ഈ കാണുന്നത്. അതുപോലെ നമ്മളെ നാട്ടിലെ പൈനാപ്പിള്, കൈതച്ചക്ക. കച്ചവടത്തിൻ്റെ തിരക്കിലൊക്കെ ആണെങ്കിലും എല്ലാവരും ക്യാമറയ്ക്ക് നേരെ ഒന്ന് നോക്കുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ദൃശ്യം പൂർണ്ണമാണെങ്കിൽ, അല്ലെങ്കിൽ അത് ആ ഫീലിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടുത്തെ ശബ്ദ കോലാഹലങ്ങൾ കൂടെ അതിൻ്റെ കൂടെ വേണം. അതുകൊണ്ട് തന്നെയാണ് ചില ഭാഗങ്ങളിൽ ഞാനത് എടുത്തു കളയാതെ അതേപോലെ തന്നെ നിലനിർത്തിയത്. പച്ചക്കറികളിൽ അഗ്രഗണ്യനാണ് ബീറ്റ്റൂട്ട്. ഇതിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ്. ഈ കാണുന്നതാണ് ചോളം. ഇതിപ്പോൾ നമ്മുടെ റോഡരികിലും ധാരാളമായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. ഇതിങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. ചെറുനാരങ്ങ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. മാവിൻ്റെ ചപ്പും വേപ്പിൻ്റെ ചപ്പും വരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്താ അല്ലേ കഥ. പച്ചടി കിച്ചടി ഉണ്ടാക്കുന്ന കുമ്പളങ്ങയാണിത്. നമ്മളെ നാട്ടിൽ നരയും കുമ്പളങ്ങ എന്നാ പറയുക. കുമ്പളങ്ങ കെട്ടവൻ്റെ തലയില നര എന്നൊരു പഴഞ്ഞലുണ്ട്. അത് ഈ അവസരത്തിന് ചേരുന്നതൊന്നുമല്ല, പെട്ടെന്ന് വായിൽ വന്ന് അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.